കാണായ്മ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന സാമൂഹികവും ഒരു സാംസ്കാരികവുമായിട്ടുള്ള ആശങ്കകളും തിരിച്ചറിവുകളും കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാണാതെ പോകുന്ന പിന്നാക്ക ജാതി വിഭാഗങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, ആൺകോയിമയിൽ കാണാതെ പോയ സ്ത്രീ ജീവിതങ്ങളെക്കുറിച്ച്, അവരുടെ ചരിത്രത്തെക്കുറിച്ച്, കാണാതെ പോകുന്ന ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച്, കണ്ടിട്ടും അറിയാത്ത മട്ടിൽ അവഗണിക്കുന്ന ട്രാൻസ് ക്യൂർ സമൂഹങ്ങളുടെ ജീവിത പ്രതിസന്ധികളെക്കുറിച്ച് ഒക്കെ ഓർക്കാനുള്ള ഒരു വാക്കായിട്ടാണ് ഈ കാണായ്മയെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ഏവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു വേദിയിൽ നിൽക്കുന്നത്. പ്രദീപ് മാഷിനെ വിളിച്ചിട്ട് കാണായ്മയുടെ ചർച്ചയൊക്കെ ഒന്ന് വരാൻ സാധിക്കുമോ, കാണായ്മ പുസ്തകം എത്തിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്ന് ആലോചിച്ചു ഞാൻ, നാളെ ഒരു യാത്രയുണ്ട്, കുറേ ദിവസത്തേക്ക് വീട്ടിലുണ്ടാവില്ല, അതിൻ്റേതായിട്ടുള്ള കുറച്ച് തിരക്കുകളുണ്ട്, ഇതിൽ പങ്കെടുക്കാതിരുന്നാലോ എന്നാണ് ആദ്യം പോയ ചിന്ത. വീണ്ടും ഒന്നുകൂടെ ആലോചിച്ചു, എന്തായാലും വരാം. കാണായ്മ അത് മാത്യു സാറ് ആയതുകൊണ്ടും കാണായ്മ ആയതുകൊണ്ടുമാണ് ഇന്നിപ്പോൾ നിങ്ങളുടെ മുൻപിൽ സംസാരിക്കാൻ വേണ്ടി നിൽക്കുന്നത്. അഭിജിത്ത് പറഞ്ഞതുപോലെ കാണായ്മ വാങ്ങാൻ വേണ്ടി ഞാനും ഇതേപോലെ DC ബുക്സിൽ പോവുകയുണ്ടായി. എൻ്റെ കയ്യിൽ നിന്നും ആ കാണായ്മ വഴുതി പോവുകയായിരുന്നു. ഞാൻ ചെന്നപ്പോൾ പറഞ്ഞത് അവസാനത്തെ കോപ്പി ഇപ്പം അങ്ങോട്ട് പോയതേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അതിനുശേഷം വീണ്ടും 2 പ്രാവശ്യം ചെന്നു, അപ്പോഴൊന്നും കിട്ടിയില്ല. പിന്നെ കോളേജിൽ, ധനോച്ചപുരം കോളേജിൽ പുസ്തകം വിൽക്കാൻ വേണ്ടി വരുന്നൊരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ്റെ കയ്യിൽ നിന്നാണ് ഈ പുസ്തകം ഞാൻ വാങ്ങുന്നത്. ആ പേരിനോടുള്ള ഒരു താല്പര്യം, അല്ലെങ്കിൽ അത് എന്താണ് എന്ന് അറിയാനുള്ള ഒരു താല്പര്യത്തിൻ്റെ പുറത്താണ് കാണായ്മ വാങ്ങുന്നത്. അങ്ങനെ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചു, കാണായ്മ ഞാൻ വാങ്ങിയിട്ടുണ്ട്, പുസ്തകം എങ്ങനെയുണ്ട്? നമ്മൾ ആദ്യം ഒന്ന് ചോദിക്കുമല്ലോ. നല്ല രസകരമായിട്ട് നീങ്ങും, പെട്ടെന്ന് വായിച്ചു തീരും കേട്ടോ എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഈ കാണായ്മയെക്കുറിച്ച് വേറൊരു ചർച്ച ഞങ്ങളിങ്ങനെ നടത്തിയപ്പം വേറൊരാളോട് ചോദിച്ചു, ഇവരെല്ലാം മാധ്യമ പ്രവർത്തകരാണ്. ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു രക്ഷയില്ല, അങ്ങോട്ട് നീങ്ങുന്നില്ല, വായിച്ചിട്ടും ഇത് നീങ്ങണില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആകെപ്പാടെ ആശങ്കയായി. ഇതിനി വായിച്ചു കഴിഞ്ഞാൽ ഒന്നാമതേ കോളേജിൽ പോകണം, അത് കഴിഞ്ഞ് വന്ന് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു ബുക്കാണ്, എങ്ങനെ ആവും എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പ്രദീപ് മാഷിൻ്റെ വിളി വരുന്നത്. എന്തായാലും കാണായ്മ നല്ല രീതിയിൽ വായിക്കാൻ വേണ്ടി സാധിച്ചു എന്ന് തന്നെ പറയാം. എന്തായാലും ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷവും നേരുകയാണ്. കാണായ്മ എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന സാമൂഹികവും ഒരു സാംസ്കാരികവുമായിട്ടുള്ള ആശങ്കകളും തിരിച്ചറിവുകളും കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാണൽ അല്ലെങ്കിൽ കാഴ്ച എന്ന ഒന്നിൽ നിന്നാണ് ഈ കാണായ്മ രൂപപ്പെടുന്നത്. കാണായ്മകൾ നമ്മുടെ മുൻപിൽ പല രീതിയിലാണ് ഉള്ളത്. പഴയ കാലത്തുള്ള കാണാതിരിക്കലും അതുപോലെ തന്നെ പുതിയ കാലത്തുള്ള കാണാതിരിക്കലുകളും ഒക്കെയുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്ന, അല്ലെങ്കിൽ ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി സമരം തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. പല ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആദിവാസികളുടെ, അതുപോലെ തന്നെ സ്ത്രീകളുടെ, ട്രാൻസ് സമൂഹങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ, അല്ലെങ്കിൽ അവരുടെയൊക്കെ പ്രശ്നങ്ങൾക്ക് നേരെയുള്ള കണ്ണടയ്ക്കൽ അല്ലെങ്കിൽ അവഗണിക്കലൊക്കെ തന്നെയും നമ്മുടെ മുൻപിൽ നമുക്ക് ഉദാഹരണമായിട്ട് നമുക്ക് കാണിക്കാം. അത്തരത്തിലുള്ള ദീർഘമായ കാണാതിരിക്കലുകളുടെ പട്ടികകളും നമ്മുടെ മുൻപിലുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ജനാധിപത്യ ഭരണത്തിൽ കാണാതെ പോയ അടിത്തട്ടിലെ മനുഷ്യരെക്കുറിച്ച്, തമസ്കരിക്കപ്പെട്ട അവരുടെ ജീവിത പ്രതിസന്ധികളെക്കുറിച്ച്, കാണാതെ പോയ മനുഷ്യരുടെ ജീവിത സമരങ്ങളെക്കുറിച്ച്, ദാരിദ്ര്യവും അതുപോലെ തന്നെ വിശപ്പും അനീതിയും കണ്ടിട്ടും കാണാതെ അവഗണിച്ച ഭരണകൂട അധികാരത്തെക്കുറിച്ച്, കാണാതെ പോകുന്ന പിന്നാക്ക ജാതി വിഭാഗങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്, ആൺകോയിമയിൽ കാണാതെ പോയ സ്ത്രീ ജീവിതങ്ങളെക്കുറിച്ച്, അവരുടെ ചരിത്രത്തെക്കുറിച്ച്, കാണാതെ പോകുന്ന ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച്, കണ്ടിട്ടും അറിയാത്ത മട്ടിൽ അവഗണിക്കുന്ന ട്രാൻസ് ക്യൂർ സമൂഹങ്ങളുടെ ജീവിത പ്രതിസന്ധികളെക്കുറിച്ച് ഒക്കെ ഓർക്കാനുള്ള ഒരു വാക്കായിട്ടാണ് ഈ കാണായ്മയെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്.
കാണായ്മയെക്കുറിച്ചുള്ള പറച്ചിലുകൾ കാണാത്ത, കണ്ടിട്ടും അവഗണിക്കപ്പെട്ട ജീവിത സാമൂഹിക സന്ദർഭങ്ങളിൽ ചരിത്രപരമായി അടയാളപ്പെടുത്തുക കൂടിയാണ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അത്തരത്തിലുള്ള പല ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സിനെ കോറിയിടാൻ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടി ഈ കാണായ്മയ്ക്കും സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. വളരെയധികം ആളുകളെ നമുക്കിതിനകത്ത് കാണാൻ വേണ്ടി സാധിക്കും. പ്രത്യേക തരത്തിലുള്ള സ്വഭാവക്കാരായിട്ടുള്ള ഒരു തുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഇതിൻ്റെ ഒരു ഭൂമിക ആരംഭിക്കുന്നത് എന്ന് തന്നെ പറയാം. ആ തുരുത്തിൽ നമുക്കറിയാം വ്യത്യസ്തരായിട്ടുള്ള ജനവിഭാഗങ്ങൾ താമസിക്കുന്ന ഇടമാണ് എന്നും അറിയാം. അവരുടെയൊക്കെ ജീവിത സാഹചര്യങ്ങളിലൂടെ കാണായ്മ ഒരു വലിയ ക്യാൻവാസിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഒരു സിനിമ കാണുന്ന ചാരുതയോടുകൂടിയൊക്കെയാണ് ഞാൻ ആ കാണായ്മയെ സമീപിച്ചത് എന്നുകൂടി പറയുകയാണ്. എന്തായാലും ഒരുപാട് സന്തോഷം. വളരെ മനോഹരമായിട്ട് വായന നീങ്ങാൻ സാധിച്ചു എന്ന് തന്നെ പറയാം. ഈ ഒരു വേദിയിൽ വന്ന് നിൽക്കാൻ സാധിച്ചതിലും മാത്യു സാറിനൊപ്പം ഈ ഒരു വേദി പങ്കിടാൻ സാധിച്ചതിലുമുള്ള സന്തോഷവും സ്നേഹവും പ്രദീപ് മാഷിനോട് അറിയിക്കുകയാണ്. ഇനി തുടർന്നുള്ള ചർച്ചകളിൽ, സംസാരങ്ങളിൽ നമുക്ക് കാണായ്മയുടെ കൂടുതൽ തലങ്ങളിലേക്ക് പോകാം എന്നാണ് തോന്നുന്നത്.